രാമപുരത്ത് വാര്യർ ദാരിദ്ര്യം സഹിക്കവയ്യാതായിട്ട് സ്വദേശം വിട്ട് പുറപ്പെട്ട് വൈക്കത്തു ചെന്നു ചേർന്നു. ഈ ദാരിദ്ര്യ ദുഃഖം വൈക്കത്തപ്പൻ തന്നെ തീർത്തു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അവിടെയൊരു സംവത്സര ഭജനം തുടങ്ങി. ഭജനം കാലം കൂടുന്ന ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കത്തെഴുന്നള്ളി വാര്യൻ കൂടി ബോട്ടിൽ കയറിക്കൊള്ളുക എന്ന് കൽപ്പിക്കുകയും വാര്യരും കൂടി കയറുകയും ചെയ്തു. ബോട്ട് നീക്കി കുറെ പോയപ്പോൾ വാര്യർ ഒരു വഞ്ചിപ്പാട്ടുണ്ടാക്കി പാടുന്നതിന് തമ്പുരാൻ കൽപ്പിച്ചു. ആ കൽപ്പന പ്രകാരമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടുണ്ടാക്കിയത്. വഴിക്കൊക്കെ വാര്യർ പാട്ടുണ്ടാക്കുകയും പാടുകയും ചെയ്തുകൊണ്ടുപോയി. ആ പാട്ടിൽ എങ്കിലുള്ള പരമാർത്ഥം പാട്ടുകൊണ്ടുണ്ടാം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വാര്യരും കുചേലനെ പോലെ ദരിദ്രനാണെന്ന് സൂചിപ്പിച്ചിരുന്നു. വാര്യർ കുറച്ചു ദിവസം അവിടെ താമസിച്ചു. ഒടുക്കം മുഖം കാണിച്ചു യാത്ര അറിയിച്ചു പോയ സമയം വാര്യർക്ക് യാതൊന്നും കൽപ്പിച്ചു കൊടുത്തില്ല. കുചേലൻ ദ്വാരകയിൽ നിന്നെന്ന പോലെ വാര്യർ ഏറ്റവും വിഷാദത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിപ്പോയി. വാര്യർ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലം കൊണ്ട് കൽപ്പന പ്രകാരം വാര്യരുടെ ഗൃഹം വലിയ മാളികയായിട്ട് പണിയിക്കുകയും ഗൃഹത്തിൽ വേണ്ടുന്ന സകല പാത്രങ്ങളും അവിടെയുള്ളവർക്കെല്ലാം ആഭരണങ്ങളും കൊടുക്കുകയും കഴിഞ്ഞിരുന്നു.